12 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന വിജയാദ്രി നിലകൊള്ളുന്നു. പ്രകൃതി രമണീയമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന അതീവ വശ്യമായ സുന്ദരമായ സ്ഥലമാണ് വിജയാദ്രിയുടെ മലമുകളുകൾ. വെള്ളിക്കുണ്ടിൻ്റെ അഭീഷ്ടം വെളുവിള വിളയിക്കുമാ കീർത്തിപാർമേൽ അല്ലിത്താർ മാതിനെ കൊണ്ട ഈ വിളപണി ചെയ്യിക്കും. AD 14-ാം നൂറ്റാണ്ടിൽ ഉണ്ണിനീലി സന്ദേശകാരൻ വെണ്ണിമലയെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: സാക്ഷാൽ ലക്ഷ്മീദേവി മുറ്റമടിക്കുന്ന അത്രയും കീർത്തിതമായ ഐശ്വര്യസമ്പന്നമായ ക്ഷേത്ര പരിസരമായിരുന്നു അന്ന് വെണ്ണിമല. വിജയാദ്രി എന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. വെള്ളിക്കുണ്ട്രായും പിന്നെ വെള്ളിക്കുൻറ്റായും പിന്നെ വെണ്ണിമലയായും പരിണമിച്ചു എന്നാണ് നമ്മുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തെക്കങ്കൂർ രാജാക്കന്മാരുടെ കോട്ടയായിരുന്നു വെണ്ണിമലയെന്നും ചരിത്രകാരന്മാർ പറയുന്നു. എന്തായാലും ഇവിടെ പ്രാദേശികവാസികളായിട്ടുള്ള അധസ്ഥിതരായ ഒരുപാട് ആളുകൾ ഭഗവാനെ പൂജിച്ചിരുന്നു എന്നാണ് കാലം തെളിയിക്കുന്നത്. മനോഹരമായ പരിസ്ഥിതികളാലും മനോഹരമായിട്ടുള്ള ജലസമ്പത്താലും മനോഹരമായ ഔഷധച്ചെടികളാലും സമ്പന്നമായിരുന്നു വെണ്ണിമല ക്ഷേത്രം. വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദർശനം നടത്തി വെളിയിലിറങ്ങിയാൽ ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ ഉപദേവത. സർവാഭരണ വിഭൂഷിതനായി ഐശ്വര്യസമ്പന്നനായി വിളങ്ങുന്ന സാക്ഷാൽ ഭഗവാനെ തൊഴുത് ആ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ മെല്ലെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എത്തുക നാഗരാജാവിൻ്റെ യക്ഷിയമ്മയുടെയും നടയിലാണ്. അവിടെ മനോഹരമായ വൃക്ഷലതാദികൾ നിൽക്കുന്നു. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. സർവശക്തിസ്വരൂപിണിയായ യക്ഷിയമ്മയെ നമോ നമ, നാഗരാജാക്കന്മാരെ നമോ നമ. ഇതാ എല്ലാ ചൈതന്യങ്ങളും പേറിക്കൊണ്ട് നാഗരാജാവും നാഗമാതാവും അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങിയാൽ സാക്ഷാൽ കലിയുഗവരദനും ശനിദോഷഹരനുമായ ധർമ്മശാസ്താവിൻ്റെ തിരുനടയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ പാരിജാത പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ ക്ഷേത്രാങ്കണത്തിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് കോട്ടയുടെ അവശിഷ്ടങ്ങളും മനോഹരമായ വെണ്ണിമലയും എല്ലാം വള്ളിമലയും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമാണ് ഈ മഹാക്ഷേത്രം. ഇവിടെ തെക്കങ്കൂർ രാജാവ് ആയിരക്കണക്കിന് തൻ്റെ തൊഴിലാളികളെ കൊണ്ട് പണി കഴിപ്പിച്ച വർഷങ്ങളോളം നീണ്ട പരിശ്രമത്തിൻ്റെ സമാപ്തിയാണ് ഈ മഹാക്ഷേത്രം. ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു കേടുപാടും കൂടാതെ നിൽക്കുന്ന ഈ മനോഹരമായ ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ ഒരാവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ടൂറിസം വകുപ്പിൻ്റെ ചുമതല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ പ്രതിനിധിയായി ജോർജ് കുര്യനും എത്തുന്നതോടുകൂടി നമ്മുടെ പ്രതീക്ഷയ്ക്ക് ചിറകു മുളയ്ക്കുകയാണ്. സാക്ഷാൽ നരേന്ദ്രമോദി തൃപ്പയാറ് സന്ദർശിച്ചതുപോലെ വെണ്ണിമലയും ശ്രീരാമസന്നിധിയിലേക്ക് കടന്നു വരുമോ എന്നാണ് ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മഹാക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല, ഈ കാണുന്ന മനോഹരമായ സ്ഥലം പിതൃതർപ്പണത്തിന് ശേഷം ആൾക്കാർ പിതൃപൂജയ്ക്കായി എത്തുന്ന നമസ്കാര മണ്ഡപമാണ്. നമ്മുടെ ജന്മാന്തര പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഈ പത്മതീർത്ഥത്തിൽ ശ്രീരാമതീർത്ഥത്തിൽ നമ്മൾ കുളിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് പിതൃക്കൾക്കായിട്ട് നമസ്കാരം ചെയ്യണം. കൂട്ട നമസ്കാരവും തിലഹോമവും നടത്തി വെള്ളിയിലോ സ്വർണത്തിലോ ആവാഹിച്ച നമ്മളുടെ രൂപങ്ങൾ ഇവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കൾ ശ്രീരാമസന്നിധിയിൽ സായുജ്യമൂർത്തി അടയും എന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചു വരുന്നത്. വളരെ മനോഹരമായ കിഴക്കിൽ കുതിച്ചിരിക്കുന്ന നക്ഷത്രം കണ്ടാണ് സാക്ഷാൽ ചേരമാൻ പെരുമാൾ പോലും ഇവിടെ എത്തിയതെന്നാണ് ഐതിഹ്യം. പരമ്പരാഗതമായി ഇവിടെ താമസിക്കുന്ന ധാരാളം തൊഴിലാളി വർഗത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. നീല, അമരി, കുറുന്തോട്ടി അങ്ങനെയുള്ള ധാരാളം വൃക്ഷലതാദികൾ നിറഞ്ഞതാണ് ഇതിൻ്റെ ചുറ്റുപാടുകളും. ഈ മഹാക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ശ്രീരാമസ്വാമിക്ക്
പൂജ പ്രത്യേകം നടത്തുക, പിതൃഭവനം നടത്തുക, പിതൃപൂജ നടത്തുക. എല്ലാ അമാവാസി ദിവസവും വെണ്ണിമലയിൽ ശ്രീരാമസന്നിധിയിൽ നമുക്ക് ശ്രീരാമതീർത്ഥത്തിൽ കുളിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി പിതൃനമസ്കാരം ചെയ്യുവാനായിട്ട് അവസരമുണ്ട്. നരേന്ദ്രമോദി ഈ ശ്രീരാമസന്നിധിയിലേക്ക്, ഈ ദക്ഷിണ അയോധ്യയിലേക്ക് എത്തും. അങ്ങനെ കേരളത്തിൻ്റെ തീർത്ഥാടന ഭൂപടത്തിൽ നമ്മുടെ ഈ മഹാക്ഷേത്രത്തിനൊരു സ്ഥാനം ലഭിക്കും എന്നാണ് എല്ലാവരും വിശ്വസിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ മനോഹരമായ ശ്രീരാമ ലക്ഷ്മണ വിഗ്രഹമാണ്. ഭഗവാൻ ലക്ഷ്മണനോടുകൂടി സർവ്വ ഐശ്വര്യസമ്പന്നനായി വിളങ്ങുന്നു. പഴയ കാലത്ത് ഇവിടെ ചാക്യാർകൂത്ത് എല്ലാ ദിവസവും നടത്തിയിരുന്നു. മിഴാവ് ഉള്ളിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതാണ് പുണ്യതീർത്ഥം. ഈ പുണ്യതീർത്ഥത്തിൽ ഇറങ്ങി കുളിച്ച് ശരീരശുദ്ധി വരുത്തണം. ആദ്യമായിട്ട് ശരീരശുദ്ധി വരുത്തിയിട്ട് വേണം സാക്ഷാൽ ശ്രീരാമതീർത്ഥത്തിലേക്ക് പോകുവാൻ. ശ്രീരാമതീർത്ഥക്കുളത്തിൽ നിന്നും ഇവിടേക്ക് പൈപ്പ് വഴി വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ശരീരമാദ്യം ഖലു ധർമ്മസ്ഥാപനം എന്നാണല്ലോ ചൊല്ല്. അതനുസരിച്ച് ശരീരശുദ്ധി വരുത്തി പഞ്ചശുദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരശുദ്ധി. ആ ശരീരശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ പാവനമായ ശ്രീരാമതീർത്ഥത്തിലേക്ക് സഞ്ചരിക്കുവാൻ. കൽപ്പടവുകൾ ഉണ്ട്. ഈ കൽപ്പടവുകളിലൂടെ ഇറങ്ങിച്ചെന്ന് മനോഹരമായ കുളത്തിൽ ആദ്യം തന്നെ സ്നാനം നടത്തണം. പ്രഭാതകാലത്ത് തന്നെ സ്നാനം നടത്തുന്നതാണ് ഉചിതം. ഇതാണ് മനോഹരമായ ശ്രീരാമതീർത്ഥം. ശ്രീരാമതീർത്ഥത്തിലേക്ക് സാക്ഷാൽ ഗംഗാനദിയുടെ ഉറവക്കണ്ണുകൾ ഇറ്റിറ്റ് വീഴുന്നതായിട്ടാണ് സങ്കല്പം. ദക്ഷിണ അയോധ്യ എന്ന് പ്രശസ്തമായ വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നത് അതിവിശിഷ്ടമാണ്. അതിനുവേണ്ടിയുള്ള ശ്രീരാമതീർത്ഥക്കുളമാണ് ഇവിടെ കാണുന്നത്. ഭക്തജനങ്ങൾക്ക് കൽപ്പടവിലൂടെ മെല്ലെ ഇറങ്ങി വരാവുന്നതാണ്. ഉറവക്കണ്ണുകൾ ഇവിടേക്ക് ഇറ്റിറ്റ് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപുരാതനമായ ഈ മഹാതീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മുങ്ങിക്കുളിക്കുവാനായിട്ട് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമപാദത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന തീർത്ഥ സ്നാനമാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൊടും വെയിലത്തും എത്ര വലിയ വരൾച്ചയിലും ഈ ശ്രീരാമതീർത്ഥം ഉറവ വറ്റാറില്ല എന്നുള്ളതാണ്. മഹാത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ തീർത്ഥ ജലമാണ് തീർത്ഥക്കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്തായാലും ഗംഗാനദി ഭഗവാന്റെ കാലുകളെ തഴുകി ഭഗവാന്റെ തീർത്ഥം ഭൂഗർഭത്തിലൂടെ പ്രവഹിച്ച് ഇവിടെ എത്തുന്നു. അത് പിന്നീട് ശ്രീരാമ തീർത്ഥക്കുളത്തിലേക്ക് എത്തുന്നു. അതിവിശിഷ്ടവും ജന്മാന്തര പുണ്യവുമാണ് ഈ ജലം കുടിക്കുന്നതും ഇവിടെ സ്നാനം ചെയ്യുന്നതും. വെന്നിമല ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ പൗരാണികത വിളിച്ചോതുന്ന ഏറ്റവും വലിയ പ്രതീകമാണ് ക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ താഴവശത്ത് സ്ഥിതി ചെയ്യുന്ന കപില മഹർഷി ശ്രീരാമ രാമ 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 എന്ന് ചൊല്ലിക്കൊണ്ട് ഹൃദയം തുറന്ന് അന്തരാത്മാവിൻ്റെ സംഗീതമായി കപില മഹർഷി ഇവിടെ രാമമന്ത്രങ്ങൾ ജപിച്ചിരുന്നു. വളരെ മനോഹരവും പ്രശാന്തവുമായ ചുറ്റുപാടുകളും പരിസ്ഥിതികളും കൊണ്ട് നിറയുന്നതാണ് ഈ പുണ്യഭൂമി.